ഹായ് ഗായ്സ്. സോ നമ്മൾ ഫൈനലി മുംബൈ എത്തിയിരിക്കുന്നു. മുംബൈ പനവേൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് നമ്മൾ മുംബൈ സെൻട്രലിലേക്ക് പോവാണ്. ആൻഡ് പിന്നെന്താ ഭയങ്കര വെയിലോ, ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ കനം വെയിൽ. പനവേൽ റെയിൽവേ സ്റ്റേഷൻ കണ്ട പണി നടക്കണം. ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രാന്താവും. ഒരു പ്രാന്ത് പിടിച്ച സ്ഥലമാണ്. നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പുറത്തേക്ക് പനവേൽ. ആൻഡ് നമ്മളിവിടുന്ന് നേരെ എവിടേക്ക് പോകുന്നു? ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ സ്റ്റേഷനിലേക്ക് പോകുന്നു. അതിലെന്നാൽ ആളുടെ പേരുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇന്ന് നൈറ്റ് മുംബൈ ചില്ല് ചെയ്തിട്ട് നാളെ രാവിലെ മുംബൈയിൽ നമ്മൾ തെറിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടുന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് നേരെ എവിടേക്ക്? മുംബൈ പനവേൽ റെയിൽവേ സ്റ്റേഷൻ. ഐശ്വര്യ ഓടി കിടക്കണമെങ്കിൽ മസാല നാരങ്ങ, എന്താ നാരങ്ങ വെള്ളം. ലോക്കൽ ടിക്കറ്റ് എടുക്കാനായിട്ട് വരിയിലേക്ക് കേട്ടോ. തിരക്കാണ് വെയിറ്റ്. മുംബൈ പ്ലാറ്റ്ഫോം നമ്പർ 2. ലോക്കൽ ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കുർളയാണ് പോകുന്നത്. കുർള ടു എവിടേക്കോ മെയിൻ മുംബൈ സ്റ്റേഷനിലേക്ക്. സോ ലോക്കൽ ട്രെയിനാണ്. ഹായ്, പന്തരക്കാണ്. ദിസ് ഫക്കിംഗ് റിയാലിറ്റി. പണ്ടാര തിരക്ക്. ടിക്കറ്റ് ഓൾറെഡി ഉണ്ട് നമുക്ക്. ഇവിടെ നിന്ന് 4ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ പ്ലാറ്റ്ഫോം മേളിൽ കയറണം. തിരക്കെന്ന് പറഞ്ഞുണ്ടല്ലോ. തിരക്കോട് തിരക്ക്, പണ്ടാര തിരക്ക്. മയിൽ ഏത് തിരിച്ച് ട്രെയിനിൽ തന്നെ റിട്ടേൺ പോകേണ്ടി വന്നാലിപ്പോൾ അതിൽ പെട്ടിട്ട് കുർള റെയിൽവേ സ്റ്റേഷൻ ലോക്കൽ ട്രെയിനിൽ വന്നിറങ്ങി. മയിൽ തിരക്ക്. ബൈ. അങ്ങനെ കയറി തീരും. ഇത് ശബരിമലയ്ക്ക് ഇത്ര തിരക്കില്ലല്ലോ. അതിലേ പോലെ പ്ലാറ്റ്ഫോം 4 അല്ലെങ്കിൽ 5. ഇനി നമ്മൾ നേരെ മുംബൈ സെൻട്രലിലേക്ക്. അയ്യോ, ഒരാളിനെ കാണാനില്ലേ കൂട്ടത്തിൽ? ഗൗതമനാണല്ലോ. ഗൗതം കാണട്ടോ. വൻ തിരക്കെന്ന് പറഞ്ഞില്ലേ മുംബൈ. ബേസിക്കലി വൻ തിരക്കാണ്. അത് കേട്ടോ. ലോട്ട്സ് ഓഫ് പീപ്പിൾ. നമ്മളിപ്പോൾ എവിടേക്ക് പോകണമെന്നില്ല? മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനൽ. മുംബൈയിൽ പക്ഷെ വേറെ ഉണ്ടാവുന്നുണ്ട്. ഡി കമ്പനിക്ക് ചേരാൻ പോവാണ്. വെള്ളം കിട്ടാണ്ട് പാവം.
ആർക്കോ മെസ്സേജ് വെള്ളം അയക്കാൻ പറയുന്നത്. സോ ട്രെയിൻ തിരക്കാണ്. എന്തായാലും കുത്തിത്തിരിക്കേണ്ട ഈ കാരണം പോക്കറ്റ് അടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ ടൂൾസൊക്കെ എടുത്ത് വയ്ക്കട്ടെ. വൻ തിരക്കാണ് ട്രെയിൻ വരുന്നത്. വൻ തിരക്ക് ഏത് വാടാ ഇവിടെ ആൾ ഒഴിയപ്പോൾ തിരക്കോട് തിരക്കോ ഫോൺ എടുത്തേക്കട്ടോ. നീങ്ങുന്നോട്ടോ. ട്രെയിൻ പോയി ഗൈസ്. കയറാൻ പറ്റിയില്ല ട്രെയിനിൽ. ഇനി അടുത്ത ട്രെയിനിൽ നമ്മൾ കയറുന്നതായിരിക്കും. എജ്ജാതി തിരക്കില്ല. ട്രെയിൻ പോയി അടുത്ത ട്രെയിനിൽ കയറാം. നോക്കി ട്രെയിനിൽ കയറിയാനാ തിരക്കോട് തിരക്ക്. ഏത് ഇടി ഉണ്ടാക്കി കയറി ഒരു ശീലം ചിരിയണ്ട. വൻ തിരക്കാട്ടോ സീരിയസ് ആയിട്ടും. उधर पर भी തിരക്കോട് തിരക്ക്. ഇത് കോമഡി ട്രെയിനിൽ എന്താ പറയുക വൻ തിരക്ക്. പിന്നെന്താ നമ്മൾ 2 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ മുംബൈ സെൻട്രൽ ആൻഡ് ഫൈനലി നമ്മൾ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റോപ്പ് വന്നിറങ്ങി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ട്രെയിൻ യാത്ര ഒന്ന് കഴിഞ്ഞ് കുറച്ച് ചില്ല് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. സ്ട്രൈറ്റ് അല്ലേ ഗൈസ്? ക്ലോക്ക് ഉണ്ടോ? രാവണൻ പടത്തിൽ ഇടിച്ചു കയറുന്ന ക്ലോക്കാന്നാണ് ഇവർ പറയണത്. ആ പടത്തിൽ ഇടിച്ച് കഴിഞ്ഞിട്ട് മാറ്റിക്കുന്നൊക്കെയാണ്. ബെഡ് ഓഫ് ഫാൻ. ഫൈനലി നമ്മൾ ഇതോ മുംബൈ സെൻട്രലിൽ എത്തിയിരിക്കുന്നു ഗൈസ്. मुंबई सेंट्रल रेलवे स्टेशन. मुंबई टूर इधर है भाई. हम किधर जाएगा उधर ही है मुंबई टूर. മുംബൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡ് ഓഫ് ഇത് വിൻറ്റേജ് ആണല്ലോ, കനം വിൻറ്റേജ്. ആൻഡ് ഫൈനലി നമ്മൾ ഇതോ CSMT എത്തിയിരിക്കുന്നു ഗൈസ്. ഡബിൾ ഡെക്കർ ബസ്. ആക്ച്വലി ഇത് മഹാരാഷ്ട്രൻ്റെ എന്തോ ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള ബസ്സാണ് കേട്ടോ. ടാക്സി ഒന്നും പിടിക്കരുത്. എല്ലാം ഇതൊരു 2-3 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലെല്ലാം ഉണ്ട്. സോ ജസ്റ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാണാം. പരമാവധി നടന്നിട്ട് ഇത് പോവാ. ഓക്കെ, നമുക്ക് മാപ്പ് ഇട്ടിട്ട് എങ്ങനെ പോകണ്ട നോട്ടെ. ഫൈനലി നമ്മൾ ദ മുംബൈ സെൻട്രൽ എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കടന്നു. റൂം എടുക്കാൻ പോയാണ്. മേടിച്ചു സാധനങ്ങൾ മേടിച്ചു, വെള്ളം മേടിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഓപ്പോസിറ്റ് ഒന്നും നോക്കില്ല. നാളെ ഇവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോകാനുള്ളത്. വീട്ടിലെങ്കിലൊക്കെ മുംബൈ മുംബൈ രാത്രി കാണിച്ചുതരാം. മുംബൈൻ്റെ അടിഭാഗം ഏത് അണ്ടർവേൾഡ് മുംബൈ രാത്രി കാണാൻ പറ്റുള്ളൂ. സോ രാത്രി കാണാം. റൂം എടുക്കാൻ പോവാം. വയ്യാണ്ടായി. ഷീൽ ഹോട്ടൽ 700 rupees ഉള്ളതെന്നാണ് പറഞ്ഞത്.
ജസ്റ്റ് 2 റുപ്പീസ് നോക്കി റൂം എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇവിടെ ഇന്ന് റൂം കിട്ടിയില്ല. 2000 രൂപ റൂമിന് 4 പേർക്ക് പോകാൻ പറഞ്ഞു. അടുത്ത കണ്ടുപിടിക്കിട്ട് റൂമിൽ പൂച്ചോളേക്ക് അടുക്ക. നെക്സ്റ്റ് റൂം എവിടെയാണെന്ന് കണ്ടുപിടിക്കട്ടോ. ജസ്റ്റ് വെയിറ്റ്. പെൻസിൽ ലെറ്റ്സ് ഫൈൻഡ് നെക്സ്റ്റ് റൂം. കേരള ഹോട്ടലാട്ടോ, കഫേ കോഹിനൂർ കേരള ഹോട്ടലാണ്. ഇവിടെ ഒരു യാത്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂംസ് ഉണ്ടെന്നാണ് ആൾ പറഞ്ഞത്. ചീപ്പ് റേറ്റിൽ അവിടെ കിട്ടുമെന്ന് പറഞ്ഞത്. रूम रूम हाँ एक रूम 4 बेड का. हाँ 4 बेड. 4 बेड नहीं, 2 बेड हम दोनों एक ही बेड में सोएगा. थोड़ा कम रेट में लेगा. कम रेट में. हाँ 2 ऑप्शन है. ओके. एक 2 का है ऐसा. ओके. 2 लोग का उसका पड़ेगा 2 लोग का 1000 रुपये. 2 लोग का 1000. 2 लोग 1000. हाँ 2 लोग का. नो एक रूम. और एक रूम का 4 बेड का. हाँ तो ज़्यादा हो जाएगा. आप पूछते हैं ज़्यादा नहीं, थोड़ा चीप रेट में देखो. कम में. हाँ कम रेट में. कम रेट में. हाँ एसी नहीं, नॉन एसी. जस्ट नॉन एसी. बात करेगा, सोएगा, चलेगा. चलो फिर उधर दिखाते हैं. कितना रेट बोलो. रेट सस्ता है. नॉर्मल होटल है. आप नॉर्मल चीप रेट में देखो. ओके 600 800 में 600 600 2400 में सबका 2400. नो जास्ती रेट. सब जमा हो जाएगा. तेरे को एक बार भागीदार बनाया. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ റൂം കിട്ടിയിട്ടില്ല. റൂമിനൊക്കെ നല്ല റേറ്റാണ് പറയണം. ലൈക്ക് 1200. ബട്ട് ഈ ഭയ്യ 100 में रेडी करेगा എന്ന് പറഞ്ഞിട്ട് 1000 रुपीस में. ओके टुमारो चेकआउट 10. हाँ tomorrow early morning checkout, no problem. കേരള മലയാളി കാസർഗോഡ്. കേരള മലയാളി കാസർഗോഡ് ഫ്രം തൃശ്ശൂർ എറണാകുളം ആണെങ്കിലോ. ലൈക്ക് നമുക്ക് നോക്കാം റൂം എന്തായാലും എടുത്ത് നല്ല റൂം കിട്ടാൻ നോക്കാം. ബാക്കിലൊരു ബയ്യും കൂടി ഉണ്ട്. ചീപ്പ് റേറ്റിൽ റൂം അവിടെ കിട്ടും. അവിടെ നമ്മൾ റൂം എടുക്കും. ദാറ്റ്സ് ഓൾ. സോ നോക്കട്ടെ അവിടെ റൂമുള്ളതിന്. भैया ये स्ट्रीट का नाम क्या. ബോറ ബാസാർ. ബൂര ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റിലാണ് നമ്മളിട്ടുള്ളത്. കുറച്ച് പരിപാടികളുണ്ട്. അത് റൂം എടുക്കട്ടെ. ഓക്കെ everyone okay. No डोंगरी में छोड़ दूँ. तुमको मालूम कोई रूम में मालूम. हाँ मालूम है. वही तो बोल रहा था दूसरी जगह दिला दूँ. रूम में जाएगा दिला दूँ. റൂമിന് വേണ്ടി ഇങ്ങനെ നടക്കണം. സത്യം പറഞ്ഞാൽ डोंगरी छोड़ के दिला दूँ. मगर थोड़ा महंगा रहेगा. നോട്ടെ റൂം ഇട്ടോ നോട്ടെ. नहीं 2000 जास्ती रेट. दादा में दादा छोड़ो. दादा दूर पड़ेगा. छोड़ दे वो अल्लाह को हम 150 में कैसा इधर 150 इधर छोड़ेंगे डोंगरी में. ओके डोंगरी में चंबेली में डोंगरी में 1000 में नहीं मिलेगा होटल. റൂം എടുക്കാൻ വേണ്ടി അല്ലഞ്ഞ് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. ആക്ച്വലി ഒരു 500 രൂപ കൂടുതലെടുത്തുണ്ടെങ്കിൽ റൂം കിട്ടും. പക്ഷേ 500 രൂപ കൊടുക്കാനുള്ള മനസ്സിലോ സത്യം പറയാലോ. ഒരാളിങ്ങനെ തല വെക്കാനായിട്ട് കിട്ടുമ്പില്ലേ തല അങ്ങോട്ട് വറുത്തുണ്ടോ. മലയാളികളോട് മരകാളി. അതെ സത്യമായിട്ടും സ്കാമിൻ്റെ സ്കാം നടക്കും. ഒരാളോടൊന്ന് ചോദിക്കരുത് ഓയോടാ പോവുക അല്ലെങ്കിൽ ഒരാളെങ്കിൽ പിടിച്ച് പോവരുത്. സത്യം പറഞ്ഞേ ഒരു കുണ്ടനെ കിട്ടിയതിൻ്റെ കൂടെ ശരിക്കും ഒരു കുണ്ടൻ. 2 കുണ്ടന്മാരാണെങ്കിൽ പിന്നാലെ നടന്നിടുന്ന അവസാനം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഞങ്ങൾ. ഷോക്കാണ് കഴിച്ചു. എന്താ പറയുക ഇതേപോലെ ഒന്ന് സ്കാം വരുത്തി ഇവരിനൊക്കെ കേരളത്തിൽ കിട്ടുകയാണെങ്കിലേ ഞാൻ ചെമ്മീൻകെട്ടിലും കൊണ്ട് നിർത്തിയാൽ മതി വിളിക്കാനായിട്ട്. പറയാം ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ പറയാൻ.
ഡോങ്കിരി ചാവിലേക്കാണ് ഇപ്പോൾ പോണത്. ഡോങ്കിരി പോയിട്ട് ഞാൻ അടുത്ത പരിപാടി നോക്കില്ലെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകും. ഞായറാഴ്ചയാണ് ഇവിടുത്തെ പിള്ളേരൊക്കെ ഇറങ്ങൂട്ടോ കളിക്കാനായിട്ട്. റോഡിൽ നിന്നാ കളിക്കുക. റോഡൊക്കെ പിന്നെ വരികയാണ്. ചൈന എന്നൊക്കെയാ വരണേ. റൂം കണ്ടുപിടിക്കട്ടെ. വയ്യോ വയ്യോ. അങ്ങനെ ഞങ്ങൾ മുംബൈ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തപ്പി തപ്പി ഇപ്പോൾ എവിടെ ഡോങ്കിരി ചാവ. ഞങ്ങൾ ഡോങ്കിരി ചാവ് എത്തി. നോക്കട്ടെ ഇവിടെ ഈ റൂം ഇല്ല. മിക്കവാറും റൂം ചീപ്പ് റേറ്റിൽ നമ്മളിവിടെ റൂം കിട്ടും. അതാണ് നോക്കണത് സത്യം പറഞ്ഞു. പക്ഷേ ഈ മൈരിൽ അങ്ങനത്തെ റൂമില്ല. എന്താ ഉണ്ട് നോക്കട്ടെ. ആക്ച്വലി ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഉണ്ടോ. ഈ ബിൽഡിംഗ് ഉണ്ടോ ലൈക്ക് ഇതേമാതിരി തന്നെ എല്ലാ ബിൽഡിങ്ങും. വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഇതൊക്കെ വീടുകളാട്ടോ. ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഇവിടെ. ലൈക്ക് ഫാമിലീസ് ഉണ്ട്. ഫുള്ള് ഇതാണ്ടോ മുംബൈ ഫുള്ള് ഇതാണ്. ഇതാണ്ടോ സ്ട്രീറ്റാണ്. താഴെയൊക്കെ ഷോപ്പും മേളിലൊക്കെ താമസക്കാരും. ഓക്കെ എന്തായാലും ആദ്യം റൂം എടുക്കട്ടെ. റൂം എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഹായ് ഗായ്സ്. റൂമൊക്കെ എടുത്തു. ഏത് 1500 റൂമിന്. ലഗേജൊക്കെ വെച്ചു. കുറച്ച് നേരം ഇരുന്ന് ഇറങ്ങി പുറത്തേക്ക്. ആക്ച്വലി ഇതേ ഇപ്പോൾ ഡോങ്കിരി ചാവാണുള്ളത്. ഇവിടെ നൈസൈഡ് സ്ട്രീറ്റിൽ കൂടെ നടക്കണം. സ്ഥലം കാണിച്ചിട്ടുണ്ടോ. വൻ റഷ്. സമയം നോക്കി 5:30. സൂര്യനൊക്കെ പോകണുള്ളൂ. റഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വൻ റഷ്. ഏത് അത്രയ്ക്കധികം ആൾക്കാരുണ്ട് ഇവിടെ. ലൈക്ക് സ്ട്രീറ്റ്സ് ഫുള്ളും കച്ചവടക്കാരാണ്. കച്ചവടക്കാർ മീൻസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി ബെൽറ്റ്, ഷൂസ്, ചെരുപ്പ് എല്ലാം ഉണ്ട്. അതിനിടയ്ക്ക് ജ്യൂസ്. കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ. ബട്ട് നൈസായിട്ടുണ്ട്. അടിപൊളിയുണ്ട് കാണാനായിട്ട്. നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പാടുന്നൊക്കെ കാണാം കേട്ടോ. ബെൽറ്റോട്ടാ ബെൽറ്റോട്ടാ ബെൽറ്റ് 150 150 രൂപ ബെൽറ്റ്. ആള് സമ്മതിക്കണല്ലോ. ഓർണോടി മേടിക്കാന്ന് പറഞ്ഞിട്ട് ആള് സമ്മതിക്കണല്ലോ. ചീപ്പ് റേറ്റിൽ വരാന്നുണ്ട്. ബെൽറ്റ് കാര്യങ്ങളൊക്കെ എല്ലാത്തരം ഐറ്റംസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ ഇവിടെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ലേഡീസിന്റെ ക്ലിപ്പ് കാര്യങ്ങള് ഇവിടെ ഉണ്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, ഡേറ്റ്സ് കാര്യങ്ങൾ കേട്ടോ. ഡ്രസ്സ് ജീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പേഴ്സ്, ചെരുപ്പ് കൊള്ളാലോ. ജോർഡൻ്റെ ഒരു സാധനം വെട്ടിച്ചിട്ട് സാധനം ഇരിക്കുന്നുണ്ടോ. 150 150 ഉള്ളൂ ഇതിന്. 150 കൊള്ളാതെ കൈ പിടിക്കണം. ചോദിച്ചോ 150 രൂപ ഉള്ളൂ. തുണി ലൈക്ക് സ്റ്റിച്ചിങ്ങിനുള്ള തുണി എല്ലാം ഉണ്ട് ഇവിടെ. സ്ട്രീറ്റിൽ ഫുള്ള് കച്ചവടക്കാരാണ്. സ്ട്രീറ്റിലുള്ള എല്ലാ ഷോപ്പിലും, ഷോപ്പ് സൈഡിലെ ഷോപ്പിലും ആൾക്കാർ. ഞായറാഴ്ചകളിലായിട്ട് ഷോപ്പൊന്നുമില്ല. സ്ട്രീറ്റിലാണ് കൂടുതൽ ആൾക്കാർ. ബട്ട് ഷോപ്പിൻ്റെ ഒക്കെ മുകളിൽ, സ്ട്രീറ്റിലുള്ള ഷോപ്പിൻ്റെ മുകളിലൊക്കെ താമസക്കാരുണ്ട്. ഇവരൊക്കെ താമസിക്കണൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ, റോഡ് സൈഡിൽ. ശരിക്കും മുംബൈ കൊള്ളാം. തിക്കും തിരക്കും തിരുവാതിരി രക്ഷയില്ലോ. ലഗേജ് ബാഗ് കാര്യങ്ങളൊക്കെ, കുട്ടികളുടെ ഡ്രസ്സ്, ഷൂസ്, ബൂട്ട് നോക്കണം. ബൂട്ട്സ് നോക്കണം. ലെതർ ബൂട്ട്സ്
ലെതർ ബൂട്ട്സ് ഉണ്ടോ നോക്കട്ടോ അതുകൊണ്ട് പക്ഷെ റേറ്റും കാര്യങ്ങളും നോക്കാം അങ്ങനെ ഉണ്ടെന്ന് കാര്യമില്ല നോടാ बूट्स लकड़ी ट्रिपल चटला एक मिनट मोबाइल बेटा तुम सुनना मैंने 500 रुपये चप्पल का लिख दिया था तेरा ओपन स्कैनर ഗൈസ് ആക്ച്വൽ പ്രൈസ് പറയാമെന്ന് പറയണേ ഐ തിങ്ക് ഇറ്റ്സ് ടു മച്ച് actually this department is his not mine hey baba bro okay bro make it 50 make it 50 more No. make it 50 more make it 50 more for him ഓക്കെ 350 just for him make it 50 more 50 rupees more No, 50 rupees we can have cigarettes and snacks. Actually, 50 rupees more I smoke that 50 rupees cigarettes. okay We don't have that much money to give. I think he has Malboro. Where is that guy? open data wi-fi यार मॉडल वहां से हटा दे भाई वही बिकेगा ഷൂ എടുത്തിട്ടുണ്ട് പേയ്മെന്റ് ചെയ്യണം not open your data open जा रहा तू ने हाथ डाल खींचा मैंने नहीं ये चार्जर दे मेरा Bro, what's this? This one? This is for the room freshener. It's a bakur. It's like a what do you say? incense Incense. Smelling. Can I smell? you have to burn it on coal Yeah. If you want perfumes, branded perfumes, we make branded perfumes clone. Is it we can use for hookah? This No, one? this is not for hookah. This is not for hookah. Hookah is different one. If you take it for hookah, then you will go. Okay, fine. റൂം ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാനാട്ടാ ബേൺ ചെയ്താൽ മതി സ്മോക്ക് പുക വരും പെർഫ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് You like hard or sweet? ഐ ലൈക്ക് ബോത്ത് Both. Logger नहीं है. vlogger नहीं है ऐसी है बस That's for memories. നൈസ് ഗൈസ് വാട്ട്സ് ദിസ് ഫ്ലേവർ Camera. കാമറ Camera. കാമറ നൈസ് अच्छी है ना वो We have even have Dior Savage 1 million Azaro wanted. You want perfume? We can make it in perfumes also. ഓക്കെ We make our own freshers. യു ഗൈസ് ആർ മേക്കിംഗ് yourself Yeah, what's that? not yourself like you guys are making perfume Yeah, we are making perfumes. nice to meet you bye see you thank you tata Check our card. This is our card. okay Next time. Erenda? yeah I'll keep myself okay see you guys എന്താ ഷൂ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ 1300 രൂപ 350 250 രൂപ ഡിസ്കൗണ്ട് ആയില്ലേ 300 ആദ്യം ഡിസ്കൗണ്ട് ഇട്ടാണ് ആള് 1300 രൂപ കയറാന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ ഒരു ഡാവ് വന്നിട്ട് അതിൽ ഏത് പ്രൈസ് കൂട്ടി പറഞ്ഞു 50 രൂപ കാരണം ചായ കുടിക്കാനും പൈസ 50 രൂപ ആണെന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഏച്ചി പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവരുടെ പെർഫ്യൂം മേക്കേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇടണോ ലൈക്ക് ഇതിനാളും ചീപ്പ് റേറ്റിൽ ഇവിടെ സാധനങ്ങൾ കിട്ടാണ്ട് ഇവർ നമ്മളെ കാണുമ്പോൾ ഈ റേറ്റ് പറയണതാണ് അപ്പോൾ ഇതിനൊരു 1000 രൂപ ഉള്ളൂ നോക്കി 1500 1600 രൂപ എന്നിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു 200 300 കുറയ്ക്കും പക്ഷെ അപ്പോഴും അവർക്കാരുടെ ലാഭം 300 റുപ്പീസ് അവിടെയും വേറുണ്ട് പക്ഷെ ഇതിന് 1000 രൂപ ഒന്നുമില്ല ഇവിടെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും അത് മുംബൈയിൽ മാത്രമല്ല അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചെപ്പൻസ് പെർഫ്യൂമിൻ്റെ അവിടെ പെർഫ്യൂം ആണ് ഇവിടെ പെർഫ്യൂംസ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ലൈക്ക് നല്ല തിരക്കാണ് കേട്ടോ
ഈ ഷോപ്പിൻ്റെ ഒക്കെ മേളിൽ വീടാണ്. ഏത് ഇതിൻ്റെ മേളിൽ വീടോ, ആൾക്കാർ താമസിക്കണ്ട ഇതിൻ്റെ മേളിൽ കണ്ടോ. അതിനിടയിൽ ഒരു ജ്യൂസ് കേട്ടോ. ഒരു പൂച്ചിരിക്കണോയ്ക്ക് പൂച്ച മാന്തോ നോക്കട്ടോ. ഇതാ സീനോട്ടത്. അയ്യോ പൂച്ച പിന്നാലെ വരുന്നു. പൂച്ച വരുന്നില്ല, അവനവിടെ നിന്ന്. പൂച്ച നമുക്ക് ലൊക്കേഷൻ നോക്കട്ടെ, ഞാൻ ഓടിക്കുന്നു അവള് അവന് കാണിച്ചിട്ടോ. വണ്ടി എടാ ഇതേതാ വണ്ടി ചിമ്പ്രട്ടോ? ഹിലക്സ് ടൊയോട്ടാൻ്റെ ഹിലക്സിലെ സാധനം കണ്ട. വണ്ടി പണിതിരിക്കണുണ്ടോ? ഏത് മൂട് വണ്ടി നോക്ക്. ടൊയോട്ടാൻ്റെ ഹിലക്സ് എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ. രക്ഷയിലോ പോലീസാണോ? പള്ളിക്ക് ഫുള്ള് കളർഫുള്ളാക്കിയിട്ട് കുതിര ഒരു ഡൗണ്ട്. എൻ്റെ പൊന്നി, ഇവനാണ് റോള് കൂട്ടത്തിൽ. ഇവൻ്റെ അന്തർരാജമല്ലേ ഇവൻ. അവൻ ഏത് പറയണല്ലോ. കൊള്ളാം. നോയമ്പ് മുറിക്കണ എൻ്റെ പരിപാടി കേട്ടോ. വാച്ച് വാച്ച് എല്ലാ ഐറ്റംസും ഉണ്ട്. ഏത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മനസ്സിലായോ, എല്ലാം ഉണ്ട്. ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, ഇതൊക്കെ തന്നെ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. അതെ ഓക്കെ. कितना 300 350 നമുക്ക് നേരത്തെ 150 में एक शॉप में देख लिया 150 രൂപ उधर सॉरी ലൈക്ക് ഒരു സ്ഥലത്തൊരു റേറ്റ് എൻ്റെ പൊന്നെ നോക്കിയേ. കളിപ്പാട്ടങ്ങൾ ഇതൊരു സ്ട്രീറ്റാന്ന് തോന്നുന്നു കേട്ടോ. സ്ട്രീറ്റാണ് സംഭവം. ഫുള്ളും കുപ്പി വള കമ്മല് കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. എന്തിനാണോ ചകിരി മറ്റേ സാധനം അതുകൊണ്ട് എന്തിനാ പറയുക, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കില്ലേ, സേമിയം പിന്നെ അങ്ങനത്തെ എന്താ അതേ നടക്കാണ്. അങ്ങോട്ട് നടക്കാണ്. ഏത് ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കാണ്. നോക്കാം, സ്ഥലത്തെത്തട്ടെ എന്നിട്ട് പറയാം. ഉണ്ടോ ഫുൾ ആൾക്കാർ താമസിക്കുന്ന അവിടെ വീടുകളാണ് ഫുള്ള്. ഇവിടെ എല്ലാവരും ആൾക്കാർ താമസിക്കുന്നുണ്ട്. എല്ലാ ഷോപ്പുകളാണ് അടിയിൽ. അതിൻ്റെ ഒക്കെ മേലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ പുതിയ ബിൽഡിങ് പണി നടക്കുന്നു. ഇവിടെ ഉണ്ടല്ലേ ലൈക്ക് ഷോപ്സ് നേരെ മേളിൽ വീടുണ്ട്. നല്ല രസമുണ്ട് നടക്കാനായിട്ട്. നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ വരുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ട് നടക്കാനായിട്ട്. ഒരു കിലോമീറ്റർ കൊണ്ട് നടക്കാണ്ട് ഇനി നടക്കാണ്ട് ആൾക്കാരാണ് ഫുള്ള്. വീടുകളാണ് ഫുള്ള്.
ഫാമിലീസ്. നോയമ്പ് തുറക്കലാട്ടോ. അവിടെ പ്രാർത്ഥന കേട്ടിരിക്കട്ടെ. നമുക്ക് വേറെ ഗേസ്റ്റിനെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലല്ലോ സൂപ്പർമാൻ നോയമ്പ് തുറക്കലാണ് ഫാമിലീസ്. Guys, finally we found that things. ലാപ്ടോപ്പ്, ക്യാമറ, പണ്ടത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കൊട്ടക്ക കൊട്ടക്ക कोटक बैटरी लो दिखा रहा है ना, ऑन करो ना. ये वर्किंग है भाई, वर्किंग है. ये सर वर्किंग है सर. ये वर्किंग, ये वर्किंग. എടാ ഇതൊന്നും നോക്കിയാ വർക്ക് ചെയ്യണമെന്നാണ്. वो अंदर बेचने पे चलती है, अंदर दिखे बैटरी लो है करके लेके चालू है. GoPro यार, वीडियो रख के फोन हो गया कैमरा है वो भी सेल के लिए रखे हो ना. ആടാ കിട്ടിയോ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. साइड लगो. अभी आपको पूछ रहा था, बता नहीं रहे हो तो आपने पुरानी चीज़ बताई. पर्ची कोड कितना 2500 रुपये 2500 50 कितने का छोड़ रहे हो? 50 कौन सा that one. ये वाला कितना? मैं 2500 रुपये 2500. 500 तू बंद कर, चल उधर. क्या चाहिए तेरे को? चल कल में लगी बंद कर रहे हैं बंद कर रहे. guys. कितने तक छोड़ोगे ना? ആക്ച്വലി ഇത് നോയമ്പുറക്കല്ലോ ആകെ സത്യം പറഞ്ഞാൽ കടകളൊക്കെ തുറന്നിട്ടിട്ട് അവർ പോവാണ് അവിടെ ഒരുമിച്ചിരുന്ന് നോയമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ആളതാ പറഞ്ഞ ആളോട് പോകാനായിട്ട് കൊള്ളാം. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെർഫ്യൂമൊക്കെ നോക്കിയ ആള് ആ ക്യാമറയ്ക്ക് ക്യാമറേൻ്റെ റേറ്റ് പറഞ്ഞില്ല, വേറെ ഒരു ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 550 കേട്ടോ. പെർഫ്യൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. പോ ആള് നമ്മൾ ചോദിച്ചതിൻ്റെ റേറ്റ് പറഞ്ഞില്ലോ. ആള് പറഞ്ഞത് ക്യാമറേൻ്റെ റേറ്റ് പറഞ്ഞില്ല, ആള് വേറെ ഒരു ഇതിൻ്റെ റേറ്റ് പറഞ്ഞു 550 എന്നാണ് പറഞ്ഞാൽ. എന്നിട്ട് ഏർപ്പെട്ടായിരുന്നുണ്ട്. അപ്പോൾ ആ പോയ ആള് നോയമ്പുറക്കല്ലോ കേട്ട് സംഭവം ഞായറാഴ്ചയാണ്. ഇന്ന് രാവിലെ വന്നിരുന്നെങ്കിൽ നമുക്കിത് ഒരുളെല്ലാം കാണായിരുന്നു. ലൈക്ക് ആവശ്യമുള്ളത് മേടിച്ചാൽ മതി, ആവശ്യമില്ലാത്ത ഉപേക്ഷിക്കുക. പക്ഷെ എല്ലാം കാണായിരുന്നു. ഇവിടെ കിട്ടാനുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ലൈക്ക് വിൻറ്റേജ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, എന്നാ കാര്യം. കൊള്ളാം. മുംബൈയുടെ ഒരു മുഖം, ഏത് ഹൈടെക് മുഖം. ആഫ്റ്റർ ഓൾ എല്ലാ സിറ്റിയും ദാരിദ്ര്യത്തിൻ്റെ ഒരു സൈഡ് ഉണ്ടാവില്ലോ. ദാരിദ്ര്യത്തിൻ്റെ അല്ലേ ഇത്, ദാരിദ്ര്യമില്ലായ്മേൻ്റെ സൈഡാണ്. ആ 550 500 രൂപ തന്നെ കിട്ടില്ല. ഏത് സ്പൈഡർമാനിന് പറ്റിയ സ്ഥലമാണെന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സ്പൈഡർമാൻ തെങ്ങിൻ്റെ മുകളിൽ ചാടി നടക്കേണ്ടി വന്നതാണ്. അല്ല കേട്ടോ, വെറുതെ പറഞ്ഞാൽ. എന്നാലും ഇതൊക്കെ കുറച്ചുകൂടി ഹൈടെക് ആയിട്ടുള്ളൊരു പ്ലേസായി. മുംബൈൻ്റെ വേറെ മുഖം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയണ കാര്യമാണുള്ളത്. അങ്ങോട്ടൊക്കെ നമ്മളെവിടേക്കൊക്കെ പോകാൻ പറ്റും, അവിടേക്കൊക്കെ പോവും. കാര്യങ്ങളൊക്കെ കാണാം. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും 4 സൈഡിൽ നിന്നും ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കണം. ടോപ്പ് ഡോ എല്ലാവരും നോയമ്പ് തുറക്കണതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. സ്റ്റാച്ചു അല്ല, ഒറിജിനൽ കുതിരകളാ, ഒറിജിനൽ കുതിര.
ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഷോപ്പിലൊരാളില്ല, എല്ലാവരും അവിടെ നോയമ്പ് മുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെക്കുകയാണ്. അതിപ്പോൾ 100 പ്രാവശ്യമായി പറയുന്നുണ്ട്. നാളെ തിങ്കളാഴ്ച വരുമ്പോൾ ഇതിൽ അത് നാളെ തിരക്കായിരിക്കും, വണ്ടിയിലെ തിക്കും തിരക്കായിരിക്കും ഇവിടെ. ഒരാട് പോയി കഴിച്ചു ഇപ്പം തന്നെ, ചിമ്മിട്ടൻ സാധനം. അവനേത് പുള്ളി പൂച്ചക്കുട്ടൻ ഒരാട് നോക്കിയാ എന്തിട്ട് എന്താണോടാ ആട് ജമ്മിനെ പേരെയോ തേറിയിരുന്ന് പോകാൻ എൻ്റെ ഇഷ്ടം. എല്ലാവരും നോയമ്പ് മുറിക്കണ പരിപാടി, നോയമ്പ് മുറിക്കണം എല്ലാവരും. അതൊക്കെ വണ്ടികളുടെ പാർട്സ് കിട്ടുന്നാലും ഒരു ഇതാവ് പടച്ചു പോയതുണ്ട്. വണ്ടികളുടെ പാർട്സ് കിട്ടുന്ന നല്ലതാണ്. വണ്ടികൾ നോക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടായിരിക്കും. പക്ഷേ അവിടെ നിന്ന് കേരളത്തിലേക്കൊക്കെ എത്തിക്കുമ്പോഴേക്കും കഥയാവും. നോയമ്പ് വർക്കൗട്ട് ഇരുന്നിട്ട് ആൾക്ക് ഇഷ്ടം. ആളും നോയമ്പ് തുറക്കാണ്. എല്ലാവരും പരിപാടികളിലാണിത്. അടുത്ത ടീം എല്ലായിടത്തും തന്നെയാണ്. ഒരാട് നോക്കിയ ബ്യൂട്ടിഫുൾ ആട്. എടാ ആടല്ലേ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആട്. വീട്ടിൻ്റെ ഉള്ളിൽ വളർത്താൻ പറ്റിയ ആട്. കിട്ടില്ല സാധനം. നമ്മളിപ്പോ സർപ്രൈസ് ശരിക്കും വീടുകളുടെ സൈഡിൽ കൂട്ടുള്ള ഓരോ ഇടവഴികളുണ്ട്. അതിലേക്കൊക്കെ കയറി ഇങ്ങനെ പോയി. പക്ഷെ ഫാമിലീസൊക്കെയാണ്, അല്ല ലോക്കൽസ് ഇല്ലാണ്ടൊന്നും പോയിട്ടുണ്ടെങ്കിൽ പെടും നമ്മൾ. നോയമ്പ് തുറക്കണ പരിപാടിയിലാണ്. ഞാൻ ഫോൺ മാറ്റി പിടിക്കട്ടെ, അവരുടെ കാര്യം ചെയ്യട്ടെ. മെയിൻ സ്ട്രീറ്റിലേക്ക് കയറിയുണ്ട്. അങ്ങനെ വീണ്ടും വാവ്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. बाट बाजार ഭയങ്കര തിക്കും തിരക്കായിരുന്നു. സീനായിരുന്നു. സോ എന്തോ ചിക്കൻ ബിരിയാണി ആൻഡ് 2 പൊറോട്ട, എഗ് കറി. ഒരു ഗിൽത്ത് പിടിക്കട്ടെ. ഏത് ക്ഷീണൊക്കെ ഒന്ന് മാറ്റട്ടെ. എൻ്റെ പരിപാടി നടക്കാട്ടോ അവിടെ. പരിപാടി നൈസ് ഫയർ വർക്ക് ഉണ്ട്. ലൈക്ക് എല്ലാവർക്കും നല്ല ആവേശം, അടിപൊളിയുണ്ട് കേട്ടോ. നേരത്തെ നടക്കിറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ ഇരുന്നിട്ട് ലൈനിൽ കളിയൊക്കെ കണ്ടായിരുന്നു. നല്ല രസമുണ്ട്. നമ്മൾ നാട്ടിൽ വേൾഡ് കപ്പൊക്കെ വരുമ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോഴൊക്കെ ആയിരുന്നു സ്ക്രീനിലിട്ട് കാണില്ലേ, അതേമാതിരിയൊക്കെ ലൈക്ക് അതിൻ്റെ എല്ലാവരും കളി കഴിഞ്ഞത് പൊയ്ക്കൊണ്ടിരിക്കുകയോ, കളി കണ്ടു കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയോ.